എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഞാൻ ഖാലിദ് മഞ്ചേരി. ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് ഇന്നും ഇന്നലേക്കായിട്ട് നമ്മളെ എൻ കെ മുനീറിൻ്റെ വീട് 49 ലക്ഷം രൂപക്ക് ബാഗിൽ ജപ്തി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് മഹാനായ മഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സൈഡ് സാഹിബിനെ ഒന്നുകൂടി ഓർമ്മ വന്നു. ആ കാലത്ത് CH മുഹമ്മദ് കോയ സാഹിബ് മരിക്കുന്ന സമയത്ത്, അന്നത്തെ കാലത്തിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-3.5 ലക്ഷം റുപ്യ ചന്ദ്രികക്ക് CH മരിക്കുന്ന കാലത്ത്, അന്ന് ചന്ദ്രിക അതിൻ്റെ കടം വീട്ടാൻ വേണ്ടി സ്വന്തം ആധാരം ബാങ്കിലാണെന്ന് പറഞ്ഞ് CHന്റെ ഭാര്യനോട് മുനീറിൻ്റെ ഇവരോടുമൊക്കെ അന്ന് സീദിയാജിയും അതുപോലെ ഇയാളും നമ്മുടെ സൈഡ് സാഹിബൊക്കെ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, ഈ കുട്ടികളായിട്ട് ഇതിൻ്റെ ഉള്ളിനുള്ളിൽ ഇരിക്കണമെങ്കിൽ ഇതിൻ്റെ ആധാരം ബാങ്കിലാണ്, അതൊന്ന് എടുത്തു കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ, ഞാനറിയുന്ന CH പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഇയാമത് എഴുതിയ ആ പുസ്തകത്തിൽ അതിൽ പറയേണ്ട ആ കാര്യം ഞാൻ ആലോചിച്ച് നോക്കുക. ഉളുപ്പ് ഉസുറുള്ള ഒരു മുസ്ലിം ലീഗ്, നട്ടലുള്ള ഒരു മുസ്ലിം ലീഗുകാരൻ പടണ്ട നാട്ടിൽ ചോദിച്ചു നോക്കുക. അന്യ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ എവിടെയും ഗൾഫ് കോയില് ഇവിടെ ലൈവ് ഇട്ടുകാണ്ട് കോടികൾ പിരിച്ചിട്ട് പൗതി കട്ടു തിന്നുന്ന ലീഗ് നേതാക്കന്മാരോടാ ചോദിക്കുന്നത്. ഈ പാർട്ടിക്കും വേണ്ടി CHന്റെ കുടുംബം ചെയ്തതുപോലെ ഒരൊറ്റ ഊളകൾ ഇന്ന് കോൺഗ്രസിന്റെ ലീഗിന്റെ ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് ആ മനുഷ്യനെ അയച്ചിട്ട് അത് വേണ്ട, അത് അന്തസ്സോടി ഞങ്ങൾ ഈ പാർട്ടി ഏറ്റെടുക്കുമെന്ന് പറയാം. നട്ടലില്ലാത്ത ഇജടകളായി മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മാറി എന്നുള്ളതാണ്. നിങ്ങൾക്ക് കയ്യൂലി പറയും, ഞങ്ങളെപ്പോലൊക്കെ ഒരു വീഡിയോ വിട്ടിട്ട് ഞങ്ങളത് തിരിച്ചടക്കാൻ തയ്യാറാണ്. കാരണം അദ്ദേഹം ലീഗാണെന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം ഒരു വിദ്യാഭ്യാസമുള്ള, അദ്ദേഹത്തിനെ പഠിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നേടിയത് അദ്ദേഹം ഈ പൊതുമുതൽ ഖജനാവിന്റെ പണം കൊണ്ടാണ്. അത് ചെയ്തു കൊടുത്തത് ഈ സർക്കാരുണ്ട്. ഇവിടെ ഞങ്ങൾ കൂട്ടും അതിന് തയ്യാറാണ്. പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് ഇരിയാതെ പക വീട്ടാനും സ്വന്തം അസ്തിത്വം നിലനിർത്താനും RSSനും സംഘപരിവാറിനും ചെരുപ്പൂരി കൊടുക്കാൻ അമ്പലത്തിന്റെ ബോർഡ് മതിൽ കത്തിയാലോ എന്തെങ്കിലും കത്തിയാൽ അവിടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ മുന്നിൽ ഞങ്ങൾ ഏറ്റെടുത്തോളാൻ ആരാന്റെ ഗർഭം ഏറ്റെടുക്കണം? മുസ്ലിം ലീഗിന്റെ നേതാക്കളോടാ ചോദിക്കണേ. നട്ടല്ലും ആണത്തുണ്ടെങ്കിൽ ആ എൻ കെ മുനീറിന്റെ വീട് ആ കുടുംബത്തിന് തിരിച്ചേൽക്കാന്നെങ്കിൽ അതിനെങ്ങും ചെയ്യും. സമ്പാദ്യം ചെയ്യാൻ കഴിയാതെ അതായത് കിട്ടുന്ന ഭാഗങ്ങളിൽ അദ്ദേഹത്തെ കുടുംബത്തിന് ചെയ്യാനും ചികിത്സ ചെയ്യാനും അദ്ദേഹം 2 ദിവസം മുമ്പ് 2 മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ കണ്ണിൽ വെള്ളം നിറഞ്ഞു പോകും. മനസ്സാക്ഷി ഉള്ളവർക്ക് ലീഗിനതില്ല, അത് വേറെ കാര്യം. ഞാൻ പാർട്ടിക്കും വേണ്ടി രാപ്പകലില്ലാതെ നടന്നതുകൊണ്ടും അധ്വാനിച്ചതുകൊണ്ടാണ് എനിക്ക് എൻ്റെ രോഗം ശ്രദ്ധിക്കാൻ പറ്റാതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയത് എന്ന് പറഞ്ഞൊരു മഹാനായ വ്യക്തിയുണ്ട്. ആ മനുഷ്യനെ നമ്മൾ അംഗീകരിക്കണം. പക്ഷേ മറ്റുള്ളവർക്ക് പേരെടുക്കാൻ വേണ്ടി എളിമ്പത്തരം കാട്ടുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കളോടാ ചോദിക്കണം. നിങ്ങൾക്ക് പത്രക്കാരെ വിളിച്ചിട്ട് ആ കടം പാർട്ടി ഏറ്റെടുത്തു എന്ന് പറയാൻ നട്ടലില്ലാത്ത ഇജടകളായി നിങ്ങൾ ഈ സമൂഹത്തിൽ മാറി എന്നുള്ള ഒരാൾ കയ്യൂലെങ്കിൽ തിരിച്ചു വരാം. ഞങ്ങളെപ്പോലെ കിണോല് ലൈവ് ഇട്ടിട്ട് പലവരും സഹായിച്ച് വീട് ഏറ്റിക്കൊടുത്ത് കടറൊത്തിക്കൊടുത്ത് അവരുടെ രോഗത്തിന് മരുന്നായി കൊടുത്ത് ഇതൊക്കെ ചെയ്യുന്ന ഞങ്ങൾക്ക് എൻ കെ മുനീറിന്റെ കുടുംബം റോഡിലിറങ്ങാതൊക്കെ ചെയ്യാൻ ആണത്തുണ്ട് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മറ്റുള്ളവരെ കണ്ടെടുത്തിട്ട് അത് ജീവിതമാർഗ്ഗമാക്കി പോവുക. മലപ്പുറം വെടിവെപ്പ് മുതൽ വയനാട്ടിൽ ഈ ഒരു പിരിവ് ഒഴിച്ച് വേറെയുള്ള എല്ലാ പിരിവും നിങ്ങളെ ജീവിതമാർഗ്ഗമാക്കി ഉപയോഗിക്കുക ചെയ്ത്. മുസ്ലിം ലീഗിന്റെ ചെലവ് കൊണ്ട് കുടുംബങ്ങൾ കഴിഞ്ഞു പോണ കുടുംബങ്ങളുണ്ട്. മാസപ്പടി, നിങ്ങളെ പ്രസവം കൂട്ടിക്കൊണ്ടുവരും, കല്യാണം, നിങ്ങളവിടെ എന്തുണ്ടെങ്കിലും പെര പെയിന്റ് അടിച്ചാലും മതിൽ പണിയെടുക്കൽ, ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന മുസ്ലിം ലീഗിന്റെ പാരമ്പര്യ സമ്പത്ത് കൊണ്ട്, സമ്പത്ത് എന്താണെന്ന് കൂടുതൽ വെച്ചിട്ട് അത് കീഴിൽ കൊണ്ടുനടക്കുന്ന നിങ്ങൾ ചെയ്യേണ്ടത് എൻ കെ മുനീറിന്റെ കുടുംബം രക്ഷപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് മനുഷ്യത്തുള്ളവരാണെന്ന് എനിക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ളത്. ഇത്രമാത്രം പറഞ്ഞു നിർത്തുന്നു. ഇത് രാഷ്ട്രീയമല്ല. ഞാൻ അതിന്റെ ബാക്കിൽ വല്ല വിൽപ്പിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ വരാം. പക്ഷേ ഇതിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, കയ്യൂല്ലെങ്കിൽ തീർത്ത് വരാം. 2 ദിവസം കഴിഞ്ഞാൽ ഇലക്ഷന്റെ ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റെടുക്കുക കാര്യം.